ഇന്ന് പറയാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാലിയിലെ ഒരു ടോപ്പിക്കുമാണ്. അതേസമയം അത് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമാണ്. പക്ഷേ പല ആൾക്കാരും ഈ ഒരു ടോപ്പിക്കിനെ അതിൻ്റെ ഇമ്പോർട്ടൻസോട് കൂടിയിട്ട് കാണുന്നില്ല. അപ്പോൾ നമുക്കത് എന്താണെന്നുള്ളത് നോക്കാം. അതായത് നമ്മുടെ കമ്പനിയിൽ നമ്മൾ ക്യാഷ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതായത് നെഗറ്റീവ് ബാലൻസ് ഇല്ലാതെ നമ്മൾക്ക് ക്യാഷിനെ നമ്മൾക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊണ്ടുപോകാം. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്യാഷിൻ്റെ ബാലൻസ് എടുക്കുന്ന സമയത്ത് അപ്പോൾ സാധാരണ ആൾക്കാർക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ക്യാഷിൻ്റെ ബാലൻസ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്യാഷിൻ്റെ ക്ലോസിംഗ് ബാലൻസ് നോക്കുന്ന സമയത്ത് അവിടെ എപ്പോഴും ഡെബിറ്റ് ആയിരിക്കും കിടക്കുന്നുണ്ടാവുക. അതായത് നമുക്ക് പോസിറ്റീവ് ക്യാഷ് ബാലൻസ്, ക്യാഷ് അസറ്റാണ്, അതുകൊണ്ട് എപ്പോഴും എന്ത് ബാലൻസാണ് ഉണ്ടാവാൻ പാടുള്ളൂ? ഡെബിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവാൻ പാടുള്ളൂ. അസറ്റിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ക്യാഷ് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റിൽ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെബിറ്റ് ബാലൻസ് തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷേ അപ്പോൾ എല്ലാവരുടെയും ധാരണ എല്ലാ ഡേറ്റിലും അത് ഡെബിറ്റ് ബാലൻസ് തന്നെയാണ് എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു ധാരണ തെറ്റാണ്. നമ്മൾ ക്യാഷ് ചെക്ക് ചെയ്യുമ്പോൾ ഓരോ ഡേറ്റിലും നമ്മൾ ക്യാഷ് ബാലൻസ് എടുത്തിട്ട് ചെക്ക് ചെയ്യണം. അതായത് ഇപ്പോൾ 1-ാം തീയതി ക്യാഷ് കുറവായിട്ട് നമ്മൾ 1-ാം തീയതി വീണ്ടും ഒരു ക്യാഷ് കൊടുത്ത് ഒരു പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1-ാം തീയതിയിലത്തെ ഡേറ്റ് അവിടെ നെഗറ്റീവായിട്ടാണ് കാണിക്കുക. പക്ഷേ 2-ാം തീയതി വീണ്ടും നമ്മുടെ കയ്യിൽ ക്യാഷ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും 5-ാം തീയതിയാണ് നമ്മൾ റിപ്പോർട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് നെഗറ്റീവ് ഉണ്ടായിരിക്കില്ല. കാരണം ക്ലോസിംഗ് ബാലൻസ് അവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മൾ ക്ലോസിംഗ് അല്ല നോക്കേണ്ടത്, നമ്മൾ ഓരോ ഡേറ്റിൻ്റെയും ബാലൻസുകൾ നമ്മൾ ബ്രേക്കപ്പ് ചെയ്തിട്ട് നോക്കണം. അപ്പോൾ അതെങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം പ്ലേലിസ്റ്റ് കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പോയി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഞാനിട്ട വീഡിയോകളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ പല ആൾക്കാർക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണ്, എനിക്ക് ഒരുപാട് കമൻറ്റുകളും വരാറുണ്ട്, ഡേ ബുക്കിൽ വെച്ചിട്ട് എങ്ങനെയാണ് ഡെയിലി ബാലൻസ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് ഡേ ബുക്ക് കാണിച്ചു തരാം. ഡിസ്പ്ലേയിൽ ഡേ ബുക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇതാണ് ഡേ ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡേ ബുക്ക് എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെങ്കിൽ, നമ്മൾ ഡെയിലി ചെയ്തിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ആണ് ഡേ ബുക്കിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ഡേ ബുക്ക് ഒന്നും ഒരിക്കലും നമ്മൾക്ക് ക്യാഷിൻ്റെ ബാലൻസ് കിട്ടില്ല. അപ്പോൾ എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയുള്ളത്. എനിക്ക് ഒരുപാട് കമൻറ്റുകൾ വരാറുണ്ട്, ഞാൻ ഒരുപാട് റിപ്ലൈകളും കൊടുക്കാറുണ്ട്. ഡേ ബുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കോൺട്രാക്ട് ഉണ്ടായിരിക്കും, പേയ്മെൻറ്റ് ഉണ്ടായിരിക്കും, റെസിപ്റ്റ് ഉണ്ടായിരിക്കും, സെയിൽസ്, പർച്ചേസ് എല്ലാം കൂടിയിട്ടുള്ള ഒരു അവിയൽ പരിഭവമാണ്. അതായത് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഡേ ബുക്ക് എടുത്താൽ മതി. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് ക്യാഷിൻ്റെ ബാലൻസ് മാത്രമായിട്ട് നമുക്ക് കിട്ടില്ല. കാരണം ഇതിലെല്ലാ പേയ്മെൻറ്റുകളും വന്നിട്ടുണ്ട്. ജേണൽ ചെയ്താൽ അതും വരും. അപ്പോൾ നമ്മൾക്ക് ക്യാഷിൻ്റെ ബാലൻസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡേ ബുക്കിലേക്കല്ല പോകേണ്ടത്. ക്യാഷിൻ്റെ ബാലൻസ് നമ്മൾക്ക് ഓരോ ഡേറ്റിലെയും അതേപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള ക്യാഷ് ബാലൻസും അറിയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ മുകളിൽ ഗോ ടൂലിലേക്കാണ് പോകേണ്ടത്. അതിൽ നമ്മളെ ക്യാഷ് ഓർ ബാങ്കാണ് എടുക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായില്ലോ ഡേ ബുക്കും ക്യാഷ് ബുക്കും തമ്മിലുള്ള വ്യത്യാസം. ഡേ ബുക്ക് പറഞ്ഞാൽ അതിൽ എല്ലാ എൻട്രീസുമാണ് ഉണ്ടായിരിക്കുക. അതിൽ നമ്മൾക്ക് ക്യാഷ് ബാലൻസ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ക്യാഷ് ബാലൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ടാലിയിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു ലെഡ്ജർ ഉണ്ട്, ക്യാഷ് ഓർ ബാങ്ക് ബുക്ക് എന്ന് പറഞ്ഞിട്ട്. ഇതിൽ ക്യാഷിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെയാണ് നമ്മൾ പ്രിൻ്റ് എടുക്കേണ്ടത്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഡേ ബുക്കിൽ ഡെയിലി ബാലൻസ് വെച്ചിട്ട് എങ്ങനെയാണ് പ്രിൻ്റ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഡെയിലി നമുക്ക് ക്യാഷ് ബാലൻസ് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡേ ബുക്ക് അല്ല എടുക്കേണ്ടത്, നമ്മൾ ക്യാഷ് ഓർ ബാങ്ക് ബുക്കാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ക്യാഷ് ഓർ ബാങ്ക് ബുക്ക് എടുക്കാം. ഇവിടെ വെച്ചിട്ട് ക്യാഷ് ഓർ ബാങ്ക് ബുക്ക് നമ്മൾ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ ക്യാഷും ബാങ്കും കാണിക്കും. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ചു. അപ്പോൾ നമ്മൾക്ക് ഇവിടെ വെച്ചിട്ട് ഇനി നമ്മൾക്ക് ഓരോന്നിൻ്റെയും നമ്മൾക്ക് ഇപ്പോൾ ഡെയിലി ബാലൻസുകളാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ടാലി ERPയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി ബ്രേക്കപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ F12 ആണ് അടിക്കേണ്ടത്. എന്നാൽ ടാലി പ്രൈമിലാകുമ്പോൾ നമ്മൾ F12 അല്ല അടിക്കേണ്ടത്. നമുക്ക് ഡെയിലി ബ്രേക്കപ്പ് ഇതിൽ നിന്ന് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വെച്ചിട്ട് ചേഞ്ച് വ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. Ctrl+H അടിച്ചാൽ മതി. ഇവിടെ ചേഞ്ച് വ്യൂ ക്ലിക്ക് ചെയ്തു. അതിൽ നമുക്ക് ഡെയിലി, വീക്ക്ലി, ഫോർട്ട്നൈറ്റ്ലി, ക്വാർട്ടർലി, ഹാഫ് ഇയർലി എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ നമുക്ക് ഡെയിലി ബ്രേക്കപ്പ് ആണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് സെലക്ട് ചെയ്തിട്ടിരിക്കേണ്ടത്? ഡെയിലി
ഡേറ്റാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിവിടെ നമുക്ക് കംപ്ലീറ്റ് നമ്മുടെ തുടക്കം മുതൽക്ക് അവസാനം വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവിടെ ഇപ്പോൾ 8395 രൂപ ഡെബിറ്റ് ബാലൻസ് ആണ് കിടക്കുന്നത്. അതായത് 31 മാർച്ചിലെ ഇവിടെ ഇപ്പോൾ 8395 രൂപ ഡെബിറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്യാഷിന് ഡെബിറ്റ് ബാലൻസ് തന്നെയാണ് നമുക്ക് ഇതിൽ വരേണ്ടത്. പക്ഷേ നമുക്ക് മുമ്പത്തെ ഡേറ്റിൽ എങ്ങനെയൊക്കെയാണ് കിടക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് സ്ക്രോൾ ചെയ്തിട്ട് നമുക്ക് ഏറ്റവും ഫസ്റ്റിലേക്ക് നമുക്ക് പോകാം. അതായത് നമ്മൾ ഏപ്രിലാണ് നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഏപ്രിൽ മന്തിലെ ബാലൻസുകൾ നമ്മൾക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഏപ്രിൽ മാസത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ എല്ലാം ഡെബിറ്റ് ബാലൻസ് തന്നെയാണ്. ഇതിലിപ്പോൾ ക്രെഡിറ്റ് ബാലൻസുകളായിട്ടുള്ള എൻട്രീസ് ഒന്നുമില്ല. ഇപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് നമ്മൾ എൻട്രി അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഓരോ ഡേറ്റിലെയും ബാലൻസുകൾ നമുക്ക് ഇവിടെ അങ്ങനെ കിട്ടും. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമുക്ക് ഓരോ ദിവസത്തെയും ബാലൻസുകൾ കിട്ടുക. അപ്പോൾ ഇതിൻ്റെയാണ് പ്രിന്റ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് പ്രിന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡേറ്റുകളുടെ ബാലൻസുകൾ കിട്ടും. ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഡെബിറ്റ് ആണ് വന്നിരിക്കുന്നത്. അതായത് 5 ലക്ഷം രൂപ റെസിപ്റ്റിൽ വന്നിട്ടുണ്ട്, 4,96,605 രൂപ പോയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ബാലൻസ് എന്ന് പറയുന്നത് 3,395 രൂപയാണ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് 2-ാം തീയതി നമുക്കൊരു 5,000 രൂപ നമുക്ക് റെസിപ്റ്റ് ആയിട്ട് വന്നു. അപ്പോൾ നമ്മുടെ ബാലൻസ് ഇപ്പോൾ 8,395 രൂപ ഡെബിറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഇതിൽ കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു ഇതിൽ ഇപ്പോൾ കുഴപ്പമില്ല, എല്ലാം ഡെബിറ്റ് ബാലൻസ് ആയിട്ടാണ് കിടക്കുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ക്രെഡിറ്റ് ബാലൻസ് ആവുക എന്നുള്ളത്. ഞാനൊരു എക്സാമ്പിൾ സഹിതം കാണിച്ചു തരാം. ഒരു ഡേറ്റിൽ എങ്ങനെയാണ് ക്രെഡിറ്റ് ബാലൻസ് ആവുക. നമ്മൾ മന്ത് എൻഡ് നോക്കുമ്പോൾ ഓൾറെഡി അത് ഡെബിറ്റ് ബാലൻസ് ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു എൻട്രി ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വൗച്ചറിലേക്ക് പോകാം. നമ്മൾ ജസ്റ്റ് ഇവിടെ വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇപ്പോൾ ഞാൻ ഡേറ്റിലാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ 1-ാം തീയതി എടുത്തു, ഡേറ്റ് 1 എടുത്തു. 1 എടുത്തു കഴിഞ്ഞിട്ട് ഞാനൊരു പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഫർണിച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഫർണിച്ചർ ഒരു 4,000 രൂപയ്ക്കാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ 4,000 രൂപ സെലക്ട് ചെയ്തിട്ടെടുത്തു. ടു ക്യാഷ് എന്നുള്ളത് എൻട്രി അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഇത് സേവ് ചെയ്തു. ഇനി ഒന്ന് ക്യാഷിൻ്റെ ബാലൻസ് എടുത്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഇവിടെ മുകളിൽ ഗോ ടൂലേക്ക് പോയി അതിൽ ഇവിടെ ക്യാഷ് ഫോർ ബാങ്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് ഒന്നും കൂടി എൻ്റർ അടിച്ചു. ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾക്ക് ഡെയിലി ബ്രേക്കപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ചേഞ്ച് വ്യൂ സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ ഡെയിലി ക്ലിക്ക് ചെയ്തിട്ടെടുത്തു. എന്നിട്ട് നമുക്ക് സ്ക്രോൾ ചെയ്തിട്ട് നമുക്ക് മുകളിലേക്ക് പോകാം. അതായത് നമുക്ക് ഏപ്രിലാണ് നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഏപ്രിലെ മന്ത് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം എന്തിനെങ്കിലും നെഗറ്റീവ് ബാലൻസ് വന്നിട്ടുണ്ടോ എന്നുള്ളത്. നമുക്ക് ഏപ്രിലെ ബാലൻസ് എടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഏപ്രിലെ ബാലൻസ് എടുത്തു. ഇപ്പോൾ ഏപ്രിൽ നോക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 605 രൂപ ഇപ്പോൾ ഇവിടെ ക്രെഡിറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അതായത് 5 ലക്ഷം രൂപയായിരുന്നു റെസിപ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നത്. 5,605 രൂപ ഇവിടെ പേയ്മെൻ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 605 രൂപ ക്രെഡിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ അടുത്ത ദിവസം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 4,395 രൂപ ഡെബിറ്റ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം 5,000 രൂപ ഇവിടെ റെസിപ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നീടുള്ള ഡേറ്റിലൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എന്താണ് നമ്മുടെ ലാസ്റ്റിൽ നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കുള്ള ബാലൻസുകൾ ഇവിടെ കാണിക്കുക 4,395 രൂപ ഡെബിറ്റ് ആയിട്ടാണ് ഇവിടെ കാണിക്കുക. അപ്പോൾ എന്താണ് നമുക്ക് എന്താണ് ഇപ്പോൾ ഈ ഒരു ബാലൻസ് മാത്രമാണ് നോക്കണമെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തത് ശരിയാണ്. പക്ഷേ അങ്ങനെയാണോ നോക്കേണ്ടത്? അല്ല, ഒരിക്കലും അങ്ങനെ നോക്കാൻ പാടില്ല. നമ്മൾ ഓരോ ഡേറ്റിലും എടുത്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക തന്നെ വേണം. അപ്പോൾ നമ്മുടെ ക്യാഷ് ബാലൻസ് നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കേണ്ട റിപ്പോർട്ടാണ് ക്യാഷ്. നമ്മൾ ഡെയിലി വൈകുന്നേരം പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള ക്യാഷും അതേപോലെ തന്നെ സിസ്റ്റത്തിലെ ക്യാഷും നമ്മൾ എപ്പോഴും കറക്റ്റാക്കി വെക്കണം. ഞാൻ എല്ലാ സ്ഥലത്തും പറയാറുള്ളതാണ്. എൻ്റെ ഓൺലൈൻ ക്ലാസ്സിലും ഇത് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് എല്ലാ ക്ലാസ്സിലും ഞാനിത് പറയാറുണ്ട്. അതേപോലെ തന്നെ എല്ലാ വീഡിയോസിലും ഞാനിത് പറയാറുണ്ട്. അപ്പം നമ്മളെ ഓരോ ദിവസവും നമ്മളിത് ചെക്ക് ചെയ്യണം. ഈവൻ വൈകുന്നേരം പോകുന്ന സമയത്ത് ഒരു പൈസ പോലും അക്കൗണ്ടിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു പൈസ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലും നെഗറ്റീവായിട്ട് ഉണ്ടാവാൻ പാടില്ല. അപ്പം നമ്മളെ ലാസ്റ്റിലെ ഡേറ്റിലല്ല നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. നമ്മൾ ഓരോ ഡേറ്റിലായിട്ടും നമ്മൾ ബാലൻസുകൾ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മളിത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളിത് ജസ്റ്റ് നമ്മൾ എൻട്രി അടിച്ചു. എന്നിട്ട് ഈ ഫർണിച്ചറിൻ്റെ പേയ്മെൻറ്റ് കൊടുത്തിട്ടുള്ള എൻട്രി ആക്ച്വലി ഇത് 2-ാം തീയതിയാണ് ചെയ്യേണ്ടിയിരുന്നത്. നമ്മളത് തെറ്റിയിട്ട് 1-ാം തീയതി ചെയ്തതാണ്. കാരണം 1-ാം തീയതി നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ല, നമുക്കൊരു പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ വൗച്ചറിൽ അത് ഓൾറെഡി 2-ാം തീയതിയാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡേറ്റ് നമ്മൾ 2-4 ആക്കിയിട്ട് കൊടുത്തു. നമ്മൾ ഈ എൻട്രി കൺട്രോൾ അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് സേവ് ചെയ്യാം. നമുക്കൊന്ന് ക്യാഷിൻ്റെ ബാലൻസ് ചെക്ക് ചെയ്യാം. മുകളിൽ ഗോ ടു ക്ലിക്ക് ചെയ്തിട്ടെടുത്തു. അതിൽ ക്യാഷ് ഓർ ബാങ്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. അവിടെ നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾ എൻട്രി അടിച്ചു കഴിഞ്ഞാൽ നമുക്കിനി ഡെയിലി ബ്രേക്കപ്പ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ചേഞ്ച് വ്യൂ ക്ലിക്ക് ചെയ്തു. ഇവിടെ ഡെയിലി ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് ഏറ്റവും മുകളിലത്തെ ബാലൻസിലേക്ക് പോകാം. നമ്മൾ ഏപ്രിലാണ് നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഏപ്രിലിൽ പോയിട്ട് ഇപ്പോൾ എന്ത് മാറ്റമാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾക്ക് നോക്കാം. നമ്മൾ ഏപ്രിലെ ബാലൻസ് എടുത്തു.
ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും 5 ലക്ഷം രൂപയുണ്ട്. ഇപ്പോൾ 4,96,605 രൂപയായിരുന്നു ഒന്നാം തീയതിത്തെ. അപ്പോൾ നമ്മുടെ കയ്യിൽ 3,395 രൂപയാണ് ഉണ്ടായിരുന്നത് ക്യാഷ്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ അടുത്ത ദിവസം 2-ാം തീയതി 5,000 രൂപ നമ്മുടെ കയ്യിലേക്ക് റെസിപ്റ്റ് ആയിട്ട് വന്നു. അപ്പോൾ നമ്മുടെ 4,000 രൂപ നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തു. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 4,395 രൂപ ഡെബിറ്റ് ബാലൻസ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ഡേറ്റിലെയും ബാലൻസുകൾ ഡെബിറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ക്യാഷിൻ്റെ ബാലൻസുകൾ നമ്മൾ ഡെയിലി തന്നെ നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഒരു കുഞ്ഞു ടോപ്പിക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.